അടുത്ത നമ്മൾ പറയുന്ന മോഡ്യൂൾ 4 ആണ്. മോഡ്യൂൾ 4ൻ്റെ പേര് ലൈൻസ് ആൻഡ് പ്ലെയിൻസ് ഇൻ സ്പേസ്. അതിൽ ആദ്യത്തെ സെക്ഷൻ ലൈൻസ് ആൻഡ് പ്ലെയിൻസ് ഇൻ സ്പേസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, പേരിൽ നിന്ന് തന്നെ അറിയാം, 3 ഡയമെൻഷണൽ രീതിയിലാണ് അതിൻ്റെ സ്പേസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ലൈനും പ്ലെയിനെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻസ് ഇൻ സ്പേസ്. ഇക്വേഷൻ ഓഫ് ലൈൻസ് ഇൻ സ്പേസ്. സ്പേസിൽ ലൈൻസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. Suppose L is a line in space passing through a fixed point A. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്പേസിൽ നമ്മൾ എക്സ് വൈ ഇസഡ് ആക്സിസ് വരയ്ക്കുന്നു. ദിസ് ഈസ് വൈ, ദിസ് ഈസ് സെഡ്, ദിസ് ഈസ് എക്സ്. അങ്ങനെ ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് എ ലൈൻ, ഇങ്ങനൊരു ലൈൻ പാസിങ് ത്രൂ എ പോയിൻറ്റ് എ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്നു. ആൻഡ് പാരലൽ ടു എ വെക്റ്റർ എ, ഒരു വെക്റ്റർ എ നമ്മൾ വി എടുക്കുന്നു. വെക്റ്റർ വിക്ക് പാരലായിട്ട് ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ലൈൻ പാസസ് ത്രൂ ദ പോയിൻറ്റ് എ. ലെറ്റ് എ ബി ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ പോയിൻറ്റ് എ. എയുടെ പൊസിഷൻ വെക്റ്ററിനെ നമ്മൾ സ്മോൾ എ എന്ന് കൊടുക്കുന്നു. വി എന്ന് പറയുന്നത് വെക്റ്ററാണ്. ലെറ്റ് ആർ ബി ദ പൊസിഷൻ വെക്റ്റർ ഓഫ് എനി പോയിൻറ്റ് പി ഓൺ ദ ലൈൻ. പി എനി പോയിൻ്റ് എടുത്താൽ അതിൻ്റെ പൊസിഷൻ വെക്റ്ററിനെ നമ്മൾ ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ആറ് എ വെക്റ്റർ വി. മനസ്സിലായല്ലോ? വെക്റ്റർ വി ഈസ് പാരലൽ ടു ദ ലൈൻ. അപ്പോൾ നിങ്ങൾക്കറിയാം പൊസിഷൻ വെക്റ്റർ എന്ന് വെച്ചാൽ ഒ എ എന്ന് പറയുന്നത് എ ആണ്, ഒ പി എന്ന് പറയുന്നത് ആറാണ്, പിന്നെ വി എന്ന് പറയുന്ന വെക്റ്റർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ നമുക്ക് എഴുതാനാണെങ്കിൽ നമുക്കറിയാം എ പി എന്ന് പറയുന്ന നമ്മുടെ ലൈൻ, ആ വെക്റ്റർ ഈസ് പാരലൽ ടു ദ ലൈൻ ബി, ടു ദ വെക്റ്റർ വി. എ പി എങ്ങനെ എഴുതാം? വാട്ട് ഈസ് വെക്റ്റർ എ പി? വെക്റ്റർ എ പി എന്ന് പറയുന്നത് ഒ പി മൈനസ് ഒ എ എന്ന് എടുക്കാം. ദെൻ വാട്ട് ഈസ് ഒ പി? ആർ മൈനസ് എ. ഇനി എ പി എന്താണ്? എ പി ഈസ് പാരലൽ ടു ബി ആണെങ്കിൽ എ പി ക്യാൻ ബി റിട്ടൺ ആസ് എനി വെക്റ്റർ എ പി ക്യാൻ ബി എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് വി. അപ്പോൾ നമുക്ക് ടി വി ഈസ് ഈക്വൽ ടു ആർ മൈനസ് എ എന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താക്കി നമുക്ക് എഴുതാം? ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ടി വി, വെയർ ടി എന്ന് പറയുന്നത് എനി സ്കെയിലാർ, മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള എനി സ്കെയിലാറാണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ദി വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഏതാണ്? ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ടി വി. ദാറ്റ് ഈസ് ദ വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ. എ എന്ന് പറയുന്ന വെക്റ്ററാണ്, ബി എന്ന് പറയുന്ന എനി വെക്റ്റർ പാരലൽ ടു ദാറ്റ് ലൈൻ, എ ഈസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ ഫിക്സഡ് പോയിന്റ് ഓഫ് ദാറ്റ് ലൈൻ, ആർ ഈസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് എനി പോയിന്റ് ഓൺ ദാറ്റ് ലൈൻ. ദെർഫോർ ദ പൊസിഷൻ വെക്റ്റർ ഓഫ് എനി പോയിന്റ് ഓൺ ദാറ്റ് ലൈൻ ആർ ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുന്നത്? എ പ്ലസ് ടി വി, വെയർ എ ഈസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് എനി പോയിന്റ് ഫിക്സഡ് പോയിന്റ് ഓൺ ദാറ്റ് ലൈൻ. അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു ലൈൻ, ദിസ് ലൈൻ ഈസ് പാരലൽ ടു ദ വെക്റ്റർ ബി, ദെൻ എ എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റ് ഓൺ ദാറ്റ് ലൈൻ, എയുടെ പൊസിഷൻ വെക്റ്റർ എ, പി ഈസ് എനി പോയിന്റ്, പിയുടെ പൊസിഷൻ വെക്റ്റർ ആർ ആണെങ്കിൽ നമുക്ക് കിട്ടും ഒ എ ഈസ് എ, ഒ പി ഈസ് ആർ. Therefore AP is equal to OP minus OA, that is R minus A. Therefore we got that equation R is equal to A plus TV. That is the vector equation of a given line. ഇനി നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്ന വെക്റ്റർ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത് എടുക്കുന്നത്? എ ബി സി എന്ന് എടുക്കുന്നു. ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം ദിസ് ഈസ് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. ദിസ് ഈസ് അവർ വെക്റ്റർ വി. ലെറ്റ് എ ഈസ് ദ പോയിൻറ്റ്. എ എന്ന് പറയുന്ന പോയിൻറ്റിനെ നമ്മൾ x0 y0 z0 എന്ന് എടുക്കുന്നു. പി ഈസ് എനി പോയിൻറ്റ് ദാറ്റ് ഈസ് എക്സ് വൈ സെഡ് എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ പി എക്സ് വൈ സെഡ് ഈസ് എനി പോയിൻറ്റ് എ x0 y0 z0 ഈസ് ദ ഫിക്സഡ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് എയുടെ പൊസിഷൻ വെക്റ്റർ എന്താണ്? സ്മോൾ എ ഈക്വൽ ടു, ഇത് പോയിൻ്റ് ആണെങ്കിൽ എക്സ് വൈ സെഡ് പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്താണ്? ഒ പിയുടെ അല്ലെങ്കിൽ ഒ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. അപ്പോൾ പൊസിഷൻ വെക്റ്റർ ഓഫ് എ ഈക്വൽ ടു സ്മോൾ എ ഈക്വൽ ടു x0 ഐ പ്ലസ് y0 ജെ പ്ലസ് z0 കെ. ആൻഡ് ഓൾസോ പൊസിഷൻ വെക്റ്റർ ഓഫ് ഒ പി, അതിനെ നമ്മൾ കൊടുത്ത പേര് ആർ എന്നാണ്. ആറിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണല്ലോ.
ഇനി നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ടി വി. എ എന്ന് പറയുന്ന x0i പ്ലസ് y0j പ്ലസ് z0k പ്ലസ് ടി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. വി ഈസ് ദ വെക്ടർ എ ബി സി എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വിയുടെ കോർഡിനേറ്റ് എ ബി സി വരത്തക്ക രീതിയിൽ എടുത്തു. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ഐ ജെ ആൻഡ് കെ ഓൺ ബോത്ത് സൈഡ്സ്. ലെഫ്റ്റ് സൈഡിൽ എക്സ് ഇസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിലോ x0 പ്ലസ് ടി എ, അതുപോലെ y ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? y0 പ്ലസ് ടി ബി. z ഇസ് ഈക്വൽ ടു z0 പ്ലസ് ടി സി ആണല്ലോ. x is equal to x0 plus ta, y is equal to y0 plus tb and z is equal to z0 plus tc. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? If x, y, z be the coordinate of P and x0, y0, z0 is the coordinate of A and ABC be the കോർഡിനേറ്റ് ഓഫ് ദ വെക്ടർ വി, അതിൻ്റെ കോയഫിഷ്യൻസ് ഓഫ് എ ബി സി. എ ബി സി എന്ന് പറയുന്ന ഐ ജെ കെയുടെ കോയഫിഷ്യൻസ് ആണ് വി, അല്ലെങ്കിൽ വി എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്ന എ ബി സി ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് ടി എ, വൈ ഈക്വൽ ടു y0 പ്ലസ് ടി ബി, സെഡ് ഈക്വൽ ടു z0 പ്ലസ് ടി സി. എങ്ങനെ കിട്ടുന്നു? ഒ എ എന്ന് പറയുന്നത് എ ഈക്വൽ ടു ദിസ് വൺ, ഒ പി എന്ന് പറഞ്ഞാൽ 6, അത് ഒപ്പോസിഷൻ വെക്ടർ ഫോമിൽ എഴുതി. Then substitute this equation r is equal to a plus t വിയിൽ എയും വിയും ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് ടി എ, വൈ ഈക്വൽ ടു y0 പ്ലസ് ടി ബി ആൻഡ് z ഈക്വൽ ടു z0 പ്ലസ് ടി സി. ഇതെന്താണ്? ഇതിനെയാണ് നമ്മൾ പറയുന്നത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ എൽ. അപ്പോൾ ഒരു ലൈൻ എല്ലിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് ഇത്. അതിലെന്താണ്? എക്സ് വൈ സെഡ് ഈസ് ദി കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് പി. x0 y0 z0യോ കോർഡിനേറ്റ് ഓഫ് ദ ഫിക്സഡ് പോയിന്റ് എ. ടി ഈസ് എനി സ്കെയിലാർ ഇൻ ബിറ്റ്വീൻ -∞ ആൻഡ് +∞. സ്മോൾ എ ബി സി എന്ന് പറയുന്നത് വെക്ടർ വിയുടെ ഐ ജെ കെയുടെ കോയഫിഷ്യൻസ് ആണല്ലോ. അപ്പോൾ വെക്ടർ വി എ ബി സി എന്ന് എടുത്താൽ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് എടുത്താൽ നമുക്ക് കിട്ടും, ഇതിനെ നമ്മൾ പറയും പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ലൈൻ എൽ എന്ന് പറയും. ഒരു ലൈൻ എല്ലിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷനാണ് ആർ ഈക്വൽ ടു എ പ്ലസ് ടി വി ആൻഡ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് ടി എ, വൈ ഈക്വൽ ടു y0 പ്ലസ് ടി വി ആൻഡ് സെഡ് ഈക്വൽ ടു z0 പ്ലസ് ടി സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്ന വെക്ടർ ഈസ് ദി നമ്മുടെ ലൈൻ്റെ ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ വിക്ക് പാരലാണ് നമ്മുടെ ലൈൻ കിടക്കുന്നത്. അപ്പം വിയുടെ കോയഫിഷ്യൻസ് ആയ എ ബി സിനെ നമ്മൾ ഡയറക്ഷൻ നമ്പേഴ്സ് ഓഫ് എൽ എന്ന് വിളിക്കും. അപ്പം വി എന്ന് പറയുന്ന വെക്ടർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് വി, ഡയറക്ഷൻ ഓഫ് എൽ. എൽ എന്ന് പറയുന്ന ലൈൻ്റെ ഡയറക്ഷനെ കാണിക്കുന്നത് കൊണ്ട് എ ബി സിനെ നമ്മൾ ഡയറക്ഷൻ നമ്പേഴ്സ് ഓഫ് എൽ എന്ന് പറയും. ഡയറക്ഷൻ നമ്പേഴ്സ് ഓഫ് നമ്മുടെ എൽ. ഓക്കെ, ഇതാണ് parametric representation of a line L and the vector representation of the line L. ഇനി any other way of describing a line in space, നമുക്ക് വേറെ രീതിയിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ലൈനിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ആ പേരിന് പറയുന്നതാണ് സിമെട്രിക് റെപ്രസെൻറ്റേഷൻ. എങ്ങനെയാണ്? നമുക്കിപ്പോൾ കിട്ടിയത് എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് ടി എ, y ഈക്വൽ ടു y0 പ്ലസ് ടി ബി ആൻഡ് z ഇസ് ഈക്വൽ ടു z0 പ്ലസ് ടി സി ആണല്ലോ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടി എടുക്കുന്നു. ടി ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ ടി? എക്സ് മൈനസ് x0 ബൈ എ. ഇവിടുത്തെ ടി എന്താണ്? ദാറ്റ് ഈസ് സെയിം ആസ് y മൈനസ് y0 ബൈ ബി. അത് തന്നെയാണ് z മൈനസ് z0 ബൈ സി. ഇതെല്ലാം എന്താണ്? സി ആണ് ആണല്ലോ, അല്ല ടി ആണ്, സോറി. ടി ഈക്വൽ ടു ആദ്യത്തേതിൽ നിന്ന് എക്സ് മൈനസ് x0 ബൈ എ, രണ്ടാമത്തേതിൽ നിന്ന് y മൈനസ് y0 ബൈ ബി, അടുത്ത z മൈനസ് z0 ബൈ സി. അപ്പോൾ എ ബി സി എന്താണ്? ഡയറക്ഷൻ നമ്പേഴ്സ്. നമ്മളുടെ ഡയറക്ഷൻ കാണിക്കുന്ന വെക്ടറിൻ്റെ കോഎഫിഷ്യൻസ് ആണ് എ ബി സി.
x0 y0 z0 ഏതാണ് ഫിക്സഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെ x മൈനസ് x0 ബൈ എ ഈക്വൽ ടു എക്സ് മൈനസ് x0 ബൈ എ ഈക്വൽ ടു y മൈനസ് y0 ബൈ ബി ഈക്വൽ ടു z മൈനസ് z0 ബൈ സി. ദിസ് ഈസ് ഓൾസോ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് L. ദിസ് ഈസ് കോൾഡ് സിമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ലൈൻ L. അതാണ് നമ്മളുടെ സിമെട്രിക് റെപ്രസെൻറ്റേഷനിൽ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം. പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതണം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. കാണാമെന്ന് വിചാരിക്കുന്നു. ഫൈൻഡ് the parametric equation and symmetric equation of the line L passing through the points -3 3 -2 and 2 -1 4. ഈ രണ്ട് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതണം. പാരാമെട്രിക് ഇക്വേഷനും സിമെട്രിക് ഇക്വേഷനും. അറ്റ് വാട്ട് പോയിന്റ് ഡസ് എൽ ഇൻ്റർസെക്റ്റ് ദ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിൽ ഈ ലൈൻ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മളുടെ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് രണ്ടെണ്ണം ഉണ്ട്. ഏതാ പിയും ക്യൂവും. അപ്പോൾ പി ക്യൂ എന്നുള്ള വെക്ടർ നമ്മൾ കണ്ടു. ഒ ക്യൂ മൈനസ് ഒ പി. ഒ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടർ മൈനസ് പിയുടെ പൊസിഷൻ വെക്ടർ. ഓക്കെ. അപ്പം ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടർ മൈനസ് പിയുടെ പൊസിഷൻ വെക്ടർ. ദാറ്റ് ഈസ് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5y മൈനസ് 4j പ്ലസ് 6k എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5 മൈനസ് 4 6. ഇതാണ് പി ക്യൂ എന്നുള്ള വെക്ടർ. അപ്പോൾ ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് നമ്മുടെ ലൈൻ L പോകുന്നത്. ദെയർഫോർ ദ ഡയറക്ഷൻ ഓഫ് L ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ വെക്ടർ പി ക്യൂ. അപ്പോൾ നമ്മുടെ വെക്ടർ വി ആരാണ്? ഈ സ്മോൾ എ ബി സി റെപ്രസെൻറ്റ് ചെയ്യുന്നത് 5 മൈനസ് 4 6. അപ്പോൾ ഇതാണ് സ്മോൾ എ ബി സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആണല്ലോ. വെക്ടർ പി ക്യൂ ഈസ് ഈക്വൽ ടു 5 മൈനസ് 4 6. വെക്ടർ പി ക്യൂവിൻ്റെ ഡയറക്ഷനിലാണ് നമ്മുടെ ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പം ആ ഡയറക്ഷൻ വെക്ടറിനെ നമ്മൾ വി എന്ന് വിളിക്കുകയാണെങ്കിൽ വിയുടെ കോർഡിനേറ്റാണ് സ്മോൾ എ ബി സി. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞാൽ 5 മൈനസ് 4 6. ഇനി നമുക്ക് വേണ്ടുന്നത് പാരാമെട്രിക് റെപ്രസെൻറ്റേഷനും സിമെട്രിക് റെപ്രസെൻറ്റേഷനുമാണ്. പിന്നെ ഈ ലൈൻ പിയിൽ കൂടെയും ക്യൂ കൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് എടുക്കുന്നു. സിൻസ് ദ ലൈൻ എൽ പാസിങ് ത്രൂ ദ പോയിന്റ് പി -3 3 -2. അപ്പോൾ x0 ഈസ് -3, y0 ഈസ് 2 ആൻഡ് z0 ഈസ് -2. ഇതായത് ഇത്. അപ്പോൾ നമ്മൾ x ഇസ് ഈക്വൽ ടു x0 പ്ലസ് x0 അറിയാം, y0 അറിയാം, z0 അറിയാം, എ ബി സി അറിയാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ x ഇസ് ഈക്വൽ ടു -3 പ്ലസ് 5t, y ഇസ് ഈക്വൽ ടു 3 മൈനസ് 4t ആൻഡ് z ഈക്വൽ ടു -2 പ്ലസ് 6t ആണല്ലോ. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി സിമെട്രിക് കാണാനോ? സിമെട്രിക് കാണാൻ x പ്ലസ് 3 ബൈ 5 ഈസ് ഈക്വൽ ടു 3 y മൈനസ് 3 ബൈ -4 ഈക്വൽ ടു z പ്ലസ് 2 ബൈ 6. ടിയുടെ വാല്യൂ ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമെട്രിക് ആയി മാറി. അപ്പോൾ നമുക്ക് പാരാമെട്രിക് ഇക്വേഷനും കിട്ടി, സിമെട്രിക് ഇക്വേഷനും കിട്ടി അല്ലേ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് എക്സ് വൈ പ്ലെയിനിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ ഈ ദ ലൈൻ ഇൻ്റർസെക്ട് ദ എക്സ് വൈ പ്ലെയിനിൽ സെഡ് 0 ആണ്. അപ്പോൾ നമ്മൾ സെഡ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സെഡ് ഇതാണ് 0 എന്ന് കൊടുക്കുമ്പോൾ ഇത് 0. അപ്പോൾ 6t ഈക്വൽ ടു 2, t ഈക്വൽ ടു 1/3. അപ്പോൾ നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു അപ്പോൾ നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു -3 പ്ലസ് 5/3. ടീന് 1/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി -4/3. ഇനി y ഈക്വൽ ടു 3 മൈനസ് 4t, അവിടെ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് 5/3 t. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഏതാണ്? എക്സ് വൈ പ്ലെയിനിലെ എക്സ് -4/3, y 5/3, z 0. ആ പോയിന്റിലാണ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. എവിടെ? എക്സ് വൈ പ്ലെയിനിൽ നമ്മുടെ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്താണ്, സിമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്താണ്. പാസിങ് ത്രൂ ദ പോയിന്റ് x0 y0 z0 ആൻഡ് ദ ഡയറക്ഷൻ വെക്റ്റർ, അതിൻ്റെ കോഎഫിഷ്യൻസ് എ ബി സി. അടുത്ത പ്രോബ്ലം ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കാണാനൊരു കുറവുള്ളതുപോലെ.
if L1 is a line with the parametric equation x is equal to 1 plus 2t, y is equal to 2 minus 3t and z equal to 2 plus t. ഇതാണ് നമ്മളുടെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ. L2 എന്ന് പറയുന്നത് x is equal to 3 minus 4t, y equal to 1 plus 4t, z equal to minus 3 plus 4t. ഇതാണെങ്കിൽ show that the lines L1, L2 are not parallel to each other. അവർ പാരലൽ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇനി ഡു ദ ലൈൻസ് L1 ആൻഡ് L2 ഇൻ്റർസെക്റ്റ്, ഇഫ് സോ ഫൈൻഡ് ദെയർ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണല്ലോ. അത് ഞാൻ അടുത്ത